നമ്മുടെ മൂന്നാർ ട്രിപ്പിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് വട്ടവട വിസിറ്റിംഗ് ആണ് കേട്ടോ. അതിൽ നമ്മളിപ്പോൾ മോസ്റ്റ് അവൈറ്റഡ് പാർട്ടിലെത്തി നിൽക്കുകയാണ്. സ്ട്രോബെറി ഫാം വിസിറ്റായിരുന്നു കേട്ടോ ഞാൻ ഏറ്റവും കൂടുതലായിട്ട് കാത്തിരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കയറിയിട്ടുണ്ടായിരുന്ന ഹണി മ്യൂസിയത്തിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ അവരുടെ തന്നെ ഒരു സ്ട്രോബെറി ഫാം ഉണ്ടായിരുന്നു കേട്ടോ. അതിനകത്തേക്കാണ് നമ്മളിപ്പോൾ ചെന്നിട്ടുള്ളത്. ഇവിടെ ഫ്രീ വിസിറ്റാണ് കേട്ടോ, എൻട്രി ഫീസും കാര്യങ്ങളൊന്നുമില്ല. ഇവർക്ക് സ്ട്രോബെറി കൃഷി മാത്രമല്ല കേട്ടോ, അങ്ങോട്ട് ക്യാരറ്റ്, ക്യാബേജ്, ബീട്രൂട്ട്, അങ്ങനെ ഒരുപാട് പച്ചക്കറി കൃഷികളും കാര്യങ്ങളും മുകളിലേക്ക് തട്ടായിട്ടുണ്ട്. നമുക്ക് ഒരുപാട് മുകളിലേക്കൊന്നും പോകാൻ പറ്റിയില്ലായിരുന്നു. കാരണം പറഞ്ഞില്ലേ, കിയാൻ ഇച്ചിരി അപ്സെറ്റായിരുന്നു. അതുകൊണ്ടിട്ട് നമ്മൾ ഒരുപാട് മുകളിലേക്കൊന്നും പോയില്ലായിരുന്നു. വട്ടവടയിൽ ചെന്നിട്ട് ആദ്യം ഇങ്ങനെ ഹണി മ്യൂസിയത്തിൽ തന്നെയാണ് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത്. അവരുടെ തന്നെ സ്ട്രോബെറി ഫാമിലാണ് കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത്. ഓഫ് സീസൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സ്ട്രോബെറീസും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളോട് അവിടെയുള്ള സ്ട്രോബെറീസ് പറിക്കരുതെന്ന്. നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് അവർ കുറച്ച് സ്ട്രോബെറീസ് പറിച്ച് അവരുടെ സ്റ്റോളിൽ വെച്ചിട്ടുണ്ട്. അല്ലാതെ നമുക്ക് അവിടുന്ന് ഡയറക്റ്റ് പിക്കിങ് ഇപ്പോൾ അലൗഡ് അല്ല. ഒരു മാർച്ച് ടു ജൂൺ മാസങ്ങളിലാണ് കേട്ടോ നമുക്ക് സ്ട്രോബെറി പിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ നേരെ അവരുടെ സ്റ്റാളിലേക്ക് ചെന്നപ്പോഴത്തേക്ക് അവിടെ സ്ട്രോബെറിയുടെ ഒരുപാട് വെറൈറ്റി സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ജാം, സ്ക്വാഷ്, വൈന്. പക്ഷെ അതൊന്നും നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. നല്ല റേറ്റ് ഉണ്ടായിരുന്നു. നമ്മളിതാ 1/4 കിലോ സ്ട്രോബെറിയാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിന് തന്നെ 200 റുപ്പീസ് ആയിട്ടുണ്ടായിരുന്നു. അതിൽ പകുതിയോളം കിയാൻ തന്നെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അവർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു ചെറിയ പുളിയും മധുരമൊക്കെ ആയിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടായതായതുകൊണ്ടിട്ട് കഴിക്കാനൊരു പ്രത്യേക സന്തോഷമായിരുന്നേ.